എന്തുകൊണ്ടാണ് ഈ കഷ്ടത യോസേഫിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്? നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ? സഹോദരങ്ങൾ തന്നെ വിറ്റുകളഞ്ഞിരിക്കുന്നു. അങ്ങനെ വിറ്റ സമയത്ത് ദൈവം മൗനമായിരുന്നു. ചോദിക്കട്ടെ, അത് നന്മയ്ക്കാണോ തിന്മയ്ക്കായിട്ടാണോ? അവനെ വിറ്റതിന്റെ ശേഷം പിതാവിന് വളരെ പ്രിയപ്പെട്ട പുത്രന് പിതാവ് വാങ്ങിക്കൊടുത്ത നിലയങ്കി, അത് എന്തിനാണ്? നേതൃത്വത്തെ സൂചിപ്പിക്കുന്നു, അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട മകനായിരിക്കുന്ന യോസേഫ് ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അപ്പന്റെ സ്നേഹത്തെ വിട്ടകന്നുപോയി. അമ്മയുടെ സ്നേഹം എപ്പോഴോ ഇല്ലാതായിരിക്കുന്നു. പാവം, ചെറുപ്പത്തിൽ തന്നെ അവന്റെ അമ്മ മരിച്ചുപോയിരുന്നു. അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അപ്പന്റെ സ്നേഹത്തിൽ നിന്നും അകന്നിരിക്കുന്നു. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ? ഒരു വീട്ടിൽ വേലക്കാരനായിട്ട് ചേരാനിടയായി. അവൻ തന്റെ ജോലികളൊക്കെ ചെയ്യുന്നു. വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ യജമാനന്റെ ഭാര്യ അവന്റെ മേൽ കണ്ണുവയ്ക്കുന്നു. എന്നോടൊപ്പം പാപം ചെയ്യൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഞാൻ പാപം ചെയ്യില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് അവളുടെ വാക്കിനെ എതിർത്തപ്പോൾ അതിനു പകരമായി കുറ്റം ചുമത്തി ജയിലിലടപ്പിച്ചു. നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ? ഒരു തെറ്റും ചെയ്യാതെ ഇരുന്നിട്ടും യോസേഫ് അന്യായമായി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ? എന്തു പറയുന്നു? ജ്യേഷ്ഠന്മാരവനെ വെറുത്തു. അതിനുശേഷം അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. പിന്നെ അവനെ വിൽക്കുന്നു. പിന്നീട് ഒരു വീട്ടിൽ അടിമയായി വേല ചെയ്തു പോവുകയാണ്. പിന്നീട് പാപം ചെയ്യാതെ ഇരുന്നിട്ടും അവനെ കുറ്റം വിധിച്ച കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു. തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും തന്നെ തനിക്ക് നന്മയ്ക്കായിട്ട് കാണപ്പെടുന്നതേ ഇല്ല. നഷ്ടത്തിനു മീതെ നഷ്ടം, കഷ്ടതയ്ക്ക് മീതെ കഷ്ടത, അപമാനത്തിനു മീതെ അപമാനം. തന്റെ ജീവിതത്തിൽ നടക്കുന്നത് എല്ലാം അവനെതിരായിട്ട് തന്നെ നടക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? നീ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവ പൈതലായിട്ട് നീ ജീവിക്കുന്നു, അവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, എന്നാൽ എല്ലാം നിനക്കെതിരായിട്ടാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം നിനക്ക് നന്മയ്ക്കു വേണ്ടിയാണോ തിന്മയ്ക്കു വേണ്ടിയാണോ എന്നുള്ളതായ ചോദ്യം പലപ്പോഴും നിന്റെ ഉള്ളത്തിൽ കടന്നുവന്ന് നിന്റെ സ്വസ്ഥത കെടുത്തുന്നുണ്ടെങ്കിൽ, അവസാനം നിന്റെ ജീവിതത്തെ ഇതെല്ലാം നശിപ്പിച്ചു കളയും എന്നുള്ളതായ വിരക്തി ഉണ്ടാക്കിക്കൊണ്ട് ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നീ ശ്രദ്ധിക്കുക. ഒരു തെറ്റും ചെയ്യാത്തവനായ യോസേഫ്, ഒരു കുറ്റവും ചെയ്യാതിരുന്ന യോസേഫ് തടവറയിൽ മൗനമായിരിക്കുകയാണ്. എത്രയോ ചോദ്യങ്ങൾ വന്നിരിക്കാം. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അപ്പന്റെ മകനാണ് ഞാൻ. ചെറിയ പ്രായത്തിൽ തന്നെ ദൈവം തന്നിരിക്കുന്ന ദർശനത്തെ ഞാൻ വിശ്വസിച്ചു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നത് ഞാൻ ദർശനം കണ്ടു. ദൈവത്തിന്റെ അത്ഭുതകരമായ ദർശനങ്ങൾ കണ്ടു. ദൈവം എന്നെ അനുഗ്രഹിക്കും, ഉയർത്തുമെന്ന് ഞാൻ സ്വപ്നങ്ങൾ കണ്ടു. എന്താണ്? ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഇതെന്തൊരു വിധിയാണ്? ദൈവം എന്നെ ഉയർത്തുമെന്ന് വിചാരിച്ചപ്പോൾ എന്താണ് ഇങ്ങനെയുണ്ടാകുന്നത്? ഒരു വ്യക്തിക്ക് അപമാനമൊക്കെ ഉണ്ടാകുന്നത് സാധാരണമാണ്. എന്നാൽ യോസേഫ് ഒരു സ്ത്രീമോഹിയാണ്. തന്റെ യജമാനന്റെ ഭാര്യയെ തന്നെ നശിപ്പിക്കുവാൻ പോയി എന്നുള്ളതായ കുറ്റം ആരോപിക്കപ്പെട്ട് നിൽക്കുമ്പോൾ ഇതിനേക്കാൾ ഹീനമായ, ഇതിനേക്കാൾ ദാരുണമായ അവസ്ഥയുണ്ടോ? ഇത്രത്തോളം അപമാനിക്കപ്പെട്ട മറ്റൊരു സ്ഥിതി ഒരു മനുഷ്യനുണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. കള്ളനോട് ക്ഷമിക്കാൻ കഴിഞ്ഞേക്കാം, വഞ്ചന കാട്ടിയവനോട്, ചതിവ് കാട്ടിനോട് ക്ഷമിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ നന്ദിയില്ലാതെ ആഹാരം തന്നതായ യജമാനത്തിയോട് അപമര്യാദ കാണിച്ചു എന്നുള്ളതായ മുദ്ര മരണം വരെയും ഇവനെ വേട്ടയാടില്ലേ? കർത്താവ്, ഈ ദൗർഭാഗ്യകരമായ അവസ്ഥ എനിക്ക് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ഈ സമയത്ത് അടുത്തു കിടന്നതായ വ്യക്തികൾക്കുണ്ടായ സ്വപ്നങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. ഒരുവൻ പാനപാത്രവാഹകനായിട്ട് തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് രാജാവും ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിന്റെ അർത്ഥം വിവരിക്കുവാൻ രാജ്യത്ത് ആർക്കും കഴിയാതെ വരുമ്പോൾ പാനപാത്രവാഹകൻ പറയുകയാണ്, രാജാവേ, രാജാവേ, ഒരു കാര്യമുണ്ട്. കാരാഗൃഹത്തിൽ ഒരുവനുണ്ട്. അവൻ സ്വപ്നങ്ങളെ വിവരിക്കുന്നവനാണ്. ഞാൻ സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നത്തെ ഓർത്ത് ഞാൻ ഒരുപാട് നിരാശപ്പെട്ടിരിക്കുമ്പോൾ നീ പേടിക്കേണ്ടതില്ല, പാനപാത്രവാഹകൻ എന്ന നിന്റെ സ്ഥാനം നിനക്ക് തിരികെ ലഭിക്കാനിടയാകും എന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ എനിക്ക് സംഭവിക്കാനിടയായി. അങ്ങ് എനിക്ക് ജോലി തിരികെ തന്നല്ലോ. ദൈവദൂതന്മാരുടെ ജ്ഞാനമുള്ളവനാണ് ആ കാരാഗൃഹത്തിൽ കിടക്കുന്നത്. അവനെ വിളിപ്പിക്കുക. അവനെ വിളിപ്പിക്കുന്നു. നീ ദൈവദൂതന്മാരുടെ ജ്ഞാനമുള്ളവനാണെന്ന് കേൾക്കുന്നു. സ്വപ്നത്തെ വിവരിക്കാൻ കഴിയുമെന്ന് കേൾക്കുന്നു. ഇത് വാസ്തവമാണോ? യോസേഫ് എന്തു പറഞ്ഞെന്നറിയാമോ? എനിക്കങ്ങനെ പറയാൻ കഴിയില്ല. അതെന്താണ് നിനക്ക് സാധിക്കാത്തത്? നീ സ്വപ്നത്തെ വിവരിക്കുമെന്ന് കേട്ടുവല്ലോ. അയ്യോ, എനിക്ക് കഴിയുകയില്ല. പിന്നെയോ? എന്റെ ദൈവത്താൽ അത് കഴിയും. രാജാവിന്റെ മുൻപിൽ, അധികാരികളുടെ മുൻപിൽ യോസേഫ് തന്റെ ദൈവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതാണ് അവന്റെ മഹത്വം. നീ എത്ര വലിയവനാണെങ്കിലും, നീ ഏത് സ്ഥിതിയിലാണെങ്കിലും അവിടെ നിന്റെ ദൈവത്തെ ഉയർത്തുന്നതാണ് നിന്റെ മഹത്വം.
എന്റെ ദൈവത്തിന് സകലതും സാധിക്കും. എങ്കിൽ ശരി, ഈ സ്വപ്നം വിവരിക്കുക. 7 വർഷം വളരെ വലിയ സമൃദ്ധി ഉണ്ടാകാൻ പോകുന്നു. ശേഷമുള്ള 7 വർഷം വലിയ വരൾച്ചയായിരിക്കും. 7 വർഷങ്ങൾ സമൃദ്ധിയായി വിളവുണ്ടാകുമ്പോൾ ആ ആഹാര സാധനങ്ങൾ, ഭക്ഷ്യസാധനങ്ങളെല്ലാം നിങ്ങൾ സ്വരൂപിച്ചു വെക്കുക. അതിന്റെ ശേഷം ക്ഷാമമുണ്ടാകാനിടയാകും. അപ്പോൾ ആഹാര സാധനങ്ങൾ പങ്കുവയ്ക്കുക. അതിന്റെ ഫലമായി എല്ലായിടത്തും ക്ഷാമം ഉണ്ടാകുമ്പോൾ മിസ്രൈമിൽ ക്ഷാമം ഉണ്ടാകുവാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ദൈവം ഈ ദർശനം തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് അതിശയത്തോടുകൂടി അമ്പരന്ന് ഇരുന്നുപോയി. എല്ലാവരോടും ചോദിക്കുകയാണ്, എന്തു പറയുന്നു? ഇങ്ങനെയുള്ള ഒരുവനെ ഈ രാജ്യത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാവരും പറയുകയാണ്, ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. എന്താണ്? ഇവനെ പ്രധാനമന്ത്രിയാക്കാം. ഈ രാജ്യം ഭരിക്കാൻ പോകുന്ന പ്രധാനമന്ത്രിയാക്കി മാറ്റാം. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ആഹാരത്തിനു വേണ്ടി ജ്യേഷ്ഠന്മാരും അവിടേക്ക് വന്നു. ജ്യേഷ്ഠന്മാരെ തിരിച്ചറിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്യുവാൻ നിരൂപിച്ചു. എന്നാൽ എന്റെ ദൈവം നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചതായ ദോഷത്തെ നന്മയ്ക്കായി മാറ്റാനിടയായി. ഞങ്ങളുടെ കർത്താവേ, അങ്ങയെ ഞങ്ങൾ സംശയിച്ചിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ. പലപ്പോഴും നിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ക്ഷമിക്കണമേ. നീ പരിശോധിക്കുമ്പോൾ, ഞങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഞങ്ങളായിരിക്കുന്ന സ്ഥിതിയിൽ നിന്നും ഉന്നത സ്ഥാനത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകുവാനായി ഞങ്ങളുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകളെ അനുവദിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഏതു സ്ഥിതിയിലാണോ ഉള്ളത്, ഏതെല്ലാം സാഹചര്യമാണോ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളത്, അവയെല്ലാം ഓർത്തുകൊണ്ട് നിരാശപ്പെടാതെ ദുഃഖിക്കാതെ അവയെ ജയിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം എന്നോട് കൂടെയുണ്ട്. ദൈവം എന്നെ മുൻപോട്ട് നടത്തുവാൻ ഇടയാകും. നിശ്ചയമായിട്ടും ഇതിന്റെ മധ്യയിൽ ദൈവം എന്നെ ജയകരമായി പുറത്തെടുക്കും. പൊന്നുപോലെ പുറത്തു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നുള്ളതായ വിശ്വാസം കർത്താവേ ഈ ദിവസം പരീക്ഷയിൽ കൂടി കടന്നുപോകുന്ന എല്ലാ മക്കൾക്കും കൊടുക്കണമേ. കണ്ണുനീരിന്റെ അവസ്ഥയിൽ കൂടി, രോഗത്തിൽ കൂടി കടന്നുപോകുന്ന എല്ലാ മക്കൾക്കും നീ അത് കൊടുക്കണമേ. അങ്ങനെ അവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തണമെന്ന്, ആത്മീയതയെ സ്ഥിരപ്പെടുത്തണമേ എന്ന്, അവർ എത്തേണ്ടതായ ലക്ഷ്യസ്ഥാനത്തേക്ക് അവരെ എത്തിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.